കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി ഇരിട്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു. നവംബറിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള 3-അംഗ സംഘം നേരിട്ടെത്തി നടത്തിയ പരിശോധനകളുടെയും സർവേകളുടെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 564 പോലീസ് സ്റ്റേഷനുകളിൽ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനായി ഇരിട്ടിയെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ അടുത്ത ക്രൈം കോൺഫറൻസിൽ വെച്ച് ഇരിട്ടി SHO പുരസ്കാരം ഏറ്റുവാങ്ങും. 2025 പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചതെന്ന് ഇരിട്ടി DYSP PK ധനഞ്ജയ ബാബു ഏജന്റ് ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ 564 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് മികച്ച സ്റ്റേഷനായി ഇപ്പോൾ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ നേട്ടത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഒരു സ്റ്റേഷൻ്റെ വിവിധ തരം പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം, അതുപോലെ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യക്ഷമത, ക്ലീനിങ്, അതുകൂടാതെ പെറ്റീഷൻ ഡിസ്പോസൽ, അതുപോലെ കേസുകളുടെ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ പുതിയ കേസുകൾ പിടിക്കുന്നത്, കൂടാതെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, അങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഇതുപോലെ ഈ അവാർഡ് കമ്മിറ്റി ഇരിട്ടി സ്റ്റേഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2025 അവാർഡാണ് ഈ ഇരിട്ടി സ്റ്റേഷന് കിട്ടിയിരിക്കുന്നത്. ഇത് എത്ര കാലത്തെ പ്രോസസ്സാണ് ഈ അവാർഡ് നിർണ്ണയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്? അത് സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്ന് ഒരു ടീം വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് അതിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് അവർ ഈ അവാർഡ് നിശ്ചയിക്കാറ്. അതിൽ പലതരം കാര്യങ്ങൾ അവർ പരിശോധിക്കാറുണ്ട്. അത് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ മൊത്തത്തിൽ സ്റ്റേഷൻ്റെ ഒരു അവലോകനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ഈ സ്റ്റേഷൻ്റെ പൊതുവായി പ്രവർത്തനം ഇപ്പോൾ പ്രധാനമായും കുറ്റാന്വേഷണം എന്നതിനേക്കാൾ ഉപരി അതോടൊപ്പം തന്നെ മറ്റ് ഏതൊക്കെ നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കാം ഇങ്ങനൊരു അവാർഡ് നിർണ്ണയത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? സ്റ്റേഷനിൽ ഇതിൻ്റെ ക്ലീനിങ്, അതുപോലെ സ്റ്റേഷനിൽ മൊത്തത്തിൽ സാധനങ്ങളിലൊക്കെ ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഓരോ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളും, അതുപോലെ അതിൻ്റെ ഡാറ്റാസൊക്കെ അവർ പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ അവാർഡ് നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരുടെ സേവനവും അതൊക്കെ ഇതിനകത്ത് എങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടാവും? പ്രധാനപ്പെട്ട നമ്മൾ അന്നത്തെ CI ആയ കുട്ടികൃഷ്ണനും, അതുപോലെ SI ഷറഫുദ്ദീൻ, മറ്റ് SIമാർ, അതുപോലെ റൈറ്റർ, കൂടുതൽ എല്ലാ സ്റ്റേഷൻ സേനാംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു അവാർഡിന് ഇവരെ അർഹമാക്കിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൾ IPS അവരുടെ ഒരു സപ്പോർട്ടും ഇതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? പൊതുവായ ഒരു നിയമ സംഹിതയും മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു അവാർഡ് ഒരു ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ആലോചിക്കുന്നുണ്ടോ? ഇനി അടുത്തത് നമ്മളിപ്പോൾ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ISO സർട്ടിഫിക്കറ്റിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടാതെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് പഴയതായതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പുറന്തള്ളപ്പെട്ടത്. ഇത് നമ്മൾ കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങളിലും പങ്കെടുക്കുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. പ്രധാനമായും പോലീസ് സ്റ്റേഷനുകളുടെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് കേന്ദ്ര സംഘം പുരസ്കാരം നിശ്ചയിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികൾ തീർപ്പാക്കുന്ന വേഗം, അന്വേഷണങ്ങളുടെ വേഗവും പുരോഗതിയും, മൈക്ക് പ്രചാരണം ഉൾപ്പെടെയുള്ള അപേക്ഷകളിൽ തീരുമാനം എടുക്കുന്ന വേഗം, പൗരന്റെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതടക്കമുള്ള കൃത്യത, സമൻസ് പോലുള്ള കാര്യങ്ങളിൽ ആരോപിക്കപ്പെട്ടവരെ കോടതിയിൽ എത്തിക്കുന്നതിലെ സമയപരിധി, കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിലും പ്രതികളെ കണ്ടെത്തുന്നതിലും നടത്തിയിട്ടുള്ള മികവുകൾ, തൊണ്ടി സാധനങ്ങളുടെ സൂക്ഷിപ്പ് എന്നിങ്ങനെ പോലീസിന്റെ സമഗ്ര മേഖലകളിലെ പ്രവർത്തനങ്ങളെയും ശാസ്ത്രീയമായി പരിശോധിച്ചും വിലയിരുത്തിയും മാർക്ക് നൽകിയാണ് മികവ് പുരസ്കാരം നിശ്ചയിക്കുന്നത്. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ മാതൃകാപരമായി വിവിധ ഇടപെടലുകൾ നടത്തിയതിനു നേരത്തെയും ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ നാദാപുരം SHO ആയിരുന്ന ഇൻസ്പെക്ടർ A കുട്ടികൃഷ്ണനായിരുന്നു പരിശോധനാ കാലഘട്ടത്തിൽ ഇരിട്ടിയിൽ ചുമതലയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടർ മെൽബിൻ ജോസ് ആണ് ഇരിട്ടി SHO. K ഷറഫുദ്ദീൻ, റെജീസ് കറിയ, TG അശോകൻ, മുഹമ്മദ് നജ്മി എന്നീ 4 SIമാർ ഉൾപ്പെടെ 53 പേരാണ് ഇരിട്ടി സ്റ്റേഷൻ സേനയിൽ ഉള്ളത്. കൂട്ടായ പ്രവർത്തനമാണ് അവാർഡിലേക്ക് നയിച്ചതെന്ന് ഇരിട്ടി പോലീസ് പറഞ്ഞു.